രാജു പി നായർ ഇവിടെ കൂർലോസ് തിരുമേനി എന്ന് പറയുന്നത് ഓക്കെ ശരി. രാജു പി നായർ ഇവിടെ കൂർലോസ് തിരുമേനി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ എക്കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു വൈദികനാണ് എന്ന് പറഞ്ഞാൽ പിണറായിയെ നോക്കി കാലം കാത്തുവെച്ച നേതാവെന്നൊരു പ്രളയ സമയത്ത് പറഞ്ഞ ആളാണ്. CPM-ന്റെ നയങ്ങൾക്ക് വോക്കലായി ഇറങ്ങി നിൽക്കുന്ന മനുഷ്യനാണ്. ഒരൊറ്റ വിയോജിപ്പേ പറഞ്ഞുള്ളൂ, അദ്ദേഹം വിവരദോഷിയായി. ചാപ്പയാണ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്പകൾ പുതുമയല്ല. എനിക്ക് അതിനായിട്ടുള്ള പല ചാപ്പകളെ കുറിച്ച് എനിക്ക് എണ്ണി പറയാൻ കഴിയും. അത് ചോദിക്കുമ്പോഴേക്കും ഉടനെ വസീഫ് നീ എന്ന് അങ്ങ് വിളിക്കും. ഉടനെ വസീഫ് കോൺഗ്രസിന്റെ PR ടീമിൽ നിന്ന് എന്തോ വാങ്ങി ചെയ്യുന്ന എന്താണ് ആളങ്ങാക്കും. ഈ മറുപടി വസീഫിന്റെ മറുപടിയല്ല, അദ്ദേഹത്തിന്റെ സംഘടനയുടെ മറുപടിയാണ്. രാജു പി നായർ എന്നോട് മാത്രമല്ല, വിയോജിക്കുന്ന എല്ലാവരോടും. ഹാഷ്മി, ഞാൻ ആദ്യമേ പറയട്ടെ, ഞാനൊരു കോൺഗ്രസിന്റെ വക്താവ് എന്നുള്ള നിലക്കല്ല പറയുന്നത്. പക്ഷേ ഈ രാജ്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന താങ്കൾ വ്യക്തിയല്ല സർ, താങ്കൾ CPM-ന്റെ പ്രതിനിധിയാണ് രാജു പി നായർ. ശരി. അപ്പൊ ഞാന് ഈ രാജ്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മതേതരവാദിയായിട്ടുള്ള മനുഷ്യൻ എന്ന രീതിക്ക് ഞാൻ പറയാം. ശ്രീകണ്ഠൻ നായർക്ക് അഭിപ്രായമുണ്ടോ ആചാര്യനാണ് എന്ന്? അപ്പോ ശ്രീകണ്ഠൻ നായർക്ക് അഭിപ്രായമുണ്ടോ ഏതെങ്കിലും സൈബർ ഇടത്തിൽ എഴുതുന്ന ആളുകൾ CPM-ന്റെ ആചാര്യനാണ് എന്ന്? തള്ളിപ്പറയൂ വസീഫെ, ധൈര്യമുണ്ടോ തള്ളിപ്പറയാൻ? മര്യാദയോട് കാണിക്കുന്നതിന് തള്ളിപ്പറയാൻ ധൈര്യമുണ്ടോ വസീഫിന്? എന്നിട്ട് പറ CPM-ന്റെ ആൾക്കാരല്ല പറയുന്നതിനനുസരിച്ച് തള്ളി പറയുന്ന ആളൊന്നല്ലേ? തള്ളി പറയില്ല, അതുകൊണ്ടാണല്ലോ പറയുന്നത്. തള്ളി പറയില്ല സർ, തള്ളി പറഞ്ഞ ചരിത്രമില്ല. തള്ളി പറഞ്ഞ ചരിത്രം എന്നാ പിന്നെ അവരെ എന്നാ അവരെ ഓൺ ചെയ്, അതിനുള്ള ധൈര്യം കാണിക്കുക. നിങ്ങൾ പറയുന്ന ആളുകളാ ഞങ്ങൾ. എന്നാ അവരെ ഓൺ ചെയ്, അതിനുള്ള ധൈര്യം കാണിക്കുക. തള്ളി പറയില്ല, ഓക്കെ, എന്നാ അവരെ ഓൺ ചെയ്, അതിനുള്ള ധൈര്യം കാണിക്കുക. പരസ്യമായിട്ടല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? പരസ്യമായിട്ടാ മുഖ്യമന്ത്രി പറഞ്ഞത്. അതേ ഞാൻ താങ്കൾ തന്നെ പറഞ്ഞു, പരസ്യമായിട്ടാ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിലെന്താ തെറ്റ്? താങ്കളുടെ കണ്ടന്റ് താങ്കൾ തന്നെ മറുപടി പറഞ്ഞു. ഇവരെ നിങ്ങൾ ഓൺ ചെയ്യുകയാണ്, ഇവരെ നിങ്ങൾ ഓൺ ചെയ്യുകയാണ്. ഇവർ CPM-കാരാണ്, പറയേണ്ട രീതിയിൽ തന്നെ പറയും. അതെ, അപ്പൊ പിണറായിയുടെ ആശീർവാദത്തിലാണ് ഇവർ ഈ വിവരദോഷം പറയുന്നത്. താങ്കൾ തന്നെ സമ്മതിച്ചല്ലോ, നന്ദി രാജു പി നായർ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? സർ പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ് ഇക്കാര്യം, താങ്കൾ തന്നെ സമ്മതിക്കുന്നല്ലേ? വന്നപ്പോ മുതൽ തന്നെ ആചാര്യൻ ഇങ്ങനെ സാർ ഈ ആചാര്യന്മാരെ പിണറായിയുടെ ആശീർവാദത്തിലാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞ സമ്മതിച്ചായിപ്പോ. ഓക്കെ രാജു പി നായർ. താങ്കളായിപ്പോ താങ്കളുടെ തന്നെ വാദത്തെ തോപ്പിച്ചത്. പറ രാജു പി നായർ. കഴിഞ്ഞ 4 ദിവസമായിട്ട് വസീഫെ താങ്കൾ തന്നെ ഉന്നയിച്ചു ഇവർ ഞങ്ങളിൽപ്പെട്ടവരല്ല. ഏറ്റവും ഒടുവിൽ താങ്കൾ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങളിൽപ്പെട്ടവരാണെന്ന്. താങ്കൾ തുടങ്ങിയ വാദം താങ്കൾ തന്നെ വാദിച്ചു തോപ്പിച്ചു വസീഫ്. രാജു പി നായർ പറയൂ. അതിങ്ങനെ ഒരു തർക്കമായത് കൊണ്ടാണ് രാജേട്ടാ. രാജേട്ടാ ഒരൊറ്റ മിനിറ്റ്, രാജേട്ടാ ഒറ്റ മിനിറ്റ്. ആഷ്മി ഇവിടെ പറഞ്ഞു CPM-ന്റെ സൈബർ ആചാര്യൻ എന്ന്. ഞാൻ അതിനെയാണ് ഖണ്ഡിച്ചത്. അങ്ങനെ ഞങ്ങൾക്കൊരു സൈബർ ആചാര്യൻ ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. ആഷ്മി, ഇനിയും അങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സൈബർ ആചാര്യൻ ഇല്ല. നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് ഞങ്ങളുടെ തലയിൽ ചാർത്താൻ ശ്രമിക്കരുത്. മനസ്സിലായിട്ടുണ്ടല്ലോ, ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. രാജു പി നായർ പറഞ്ഞോളൂ. ആഷ്മി, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വലിയ ഒരു മനോവേദനയോടുകൂടിയാണ് ഞാൻ എന്നെ പോലുള്ള പല കോൺഗ്രസ്സുകാരെ അനുഭവിക്കുന്നത്. കാരണം CPM-നോട് വലിയ ശത്രുത നമുക്കുണ്ട്, CPM-നോട് വലിയ എതിർപ്പ് നമുക്കുണ്ട്. പക്ഷെ കാലാകാലങ്ങളായിട്ടുള്ള CPM-നോടുള്ള എതിർപ്പ് കൂടുതലായിട്ടും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടായിരുന്നു. CPM കേരളത്തിനകത്ത് ഒരു അനിവാര്യമായ ഒരു ദുരന്തമായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇന്നവിറ്റബിൾ ഈവിലായിട്ട് കേരളത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വെച്ചാല് BJP-യിലേക്ക് ഈ കേരളം ചായാതിരിക്കാൻ വേണ്ടി അത് ഏറ്റവും ജനാധിപത്യ രീതിയിൽ ഏറ്റവും പ്രബല ശക്തികളായിട്ടുള്ള മത്സരം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് CPM ശക്തിപ്പെടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് BJP ദുർബലപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടിട്ട് ഈ വസീഫിനെ പോലെയൊക്കെയുള്ളൊരു ചെറുപ്പക്കാരി വന്ന് പറയുന്നു. ഞാനത് നിർത്താൻ പറഞ്ഞതിന്റെ കാര്യം, ഇനിയും കേരളത്തിന്റെ മുന്നിൽ ഇത്തരത്തിൽ അധപ്പതിച്ചു പോകാതെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. സത്യമായിട്ട് ഞാൻ പറയാം, അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വസീഫ് വിടൂ, ഹാഷ്മി അത് വിടൂ എന്ന് പറഞ്ഞത്. കാരണം ഇത്രയും വലിയൊരു പരാജയം നേരിട്ടതിനു ശേഷം ആ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ
ഈ പാർട്ടിയുടെ നേതാക്കന്മാർ വീണ്ടും ഈ അഹങ്കാരവും ധാർഷ്ട്യവും എടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ കൂടി ഒരു പ്രബല കക്ഷിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന BJPക്ക് അത് വലിയ ഗുണം ചെയ്യും. വസീഫെ, ഞാൻ പറഞ്ഞല്ലോ, ഈ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ? മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടത്തും. പോരായ്മകൾ കണ്ടെത്തി അവയെ പരിഹരിക്കും. കേരളത്തിലെ ജനങ്ങൾ പോരായ്മ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇന്നലെ ഉണ്ടായ സംഭവമാണ് കൂറിലോസ് പിതാവിനെ സംബന്ധിച്ച്. ഇന്ന് ഡൽഹിയിലെത്തുമ്പോ ഒരു സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയോട് ഇത്രയും വലിയ പരാജയത്തിന് ശേഷം ഒരു ചോദ്യം ചോദിക്കുന്നിടത്ത് വീണ്ടും ധാർഷ്ട്യമാണ്. ഇത് CPM അല്ല, ഇത് പിണറായിസ്റ്റാണ്. പിണറായിസ്റ്റിന്റെ അജണ്ട എന്ന് പറയുന്നത്, ഞാൻ ഉത്തരവാദിത്വബോധത്തോട് പറയുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വർക്ക് ചെയ്തത് പിണറായിസ്റ്റിന്റെ അജണ്ടയാണ്. BJPയുടെ വോട്ട് വർധനവ് പിണറായിയുടെ അജണ്ടയാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് 25% വോട്ട് വിഹിതം എത്തിച്ചു കൊടുത്താൽ ഒരു ത്രികോണ മത്സരത്തിൽ തങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കൺവെൻഷണൽ രാഷ്ട്രീയമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. BJPക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന മുഖ്യമന്ത്രിയായിട്ട് മാറിയിരിക്കുക. അത് നോക്കൂ, പോരായ്മകൾ പരിഹരിക്കുന്ന പറഞ്ഞത് പോരായ്മ ആരാ? ഈ പാർട്ടിയുടെയും ഈ ഗവൺമെന്റിന്റെയും പോരായ്മ എന്ന് പറയുന്നത് സാക്ഷാൽ പിണറായി വിജയനാണ്. CPM ആ പോരായ്മ പരിഹരിക്കാൻ ശ്രമിച്ചാൽ CPM എന്നൊരു പാർട്ടി കേരളത്തിൽ നിലനിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബംഗാളിന്റെ വഴിയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട വോട്ടുകൾ മുഴുവൻ പോയത് വർഗീയ ശക്തികൾക്കാണ്. ബംഗാളിൽ സംഭവിച്ചത് ഇതുതന്നെയാണ്. നിങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളിൽ BJP 11 ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു, മന്ത്രിമാരുൾപ്പെടെയുള്ളിടത്ത്. നിങ്ങളുടെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അത് മുഴുവൻ BJPയിലേക്ക് പോയിരിക്കുന്നു. അതിന്റെ ദുരന്തം എന്താണ് മനസ്സിലാക്കുക. കാരണം പിണറായിക്ക് പോകാം, പിണറായി ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോകാം. പക്ഷെ വസീഫെ, നിങ്ങൾ DYFI ആണ്. നിങ്ങൾക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയും ഈ രാജ്യത്തിന്റെ മതേതരത്തോടെ അല്പമെങ്കിലും കമ്മിറ്റ്മെന്റ് നിങ്ങളുണ്ടെങ്കിൽ ദയവേത് വസീഫ ഇങ്ങനെ ആവരുത്. ഇങ്ങനെ ആവരുത്. ഞാനിതൊരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ കോൺഗ്രസ് നേതാവായിട്ടോ പറയല്ല, ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണ്. അല്ലെ ഹാഷ്മി, ഒരു മിനിറ്റ് നോക്കൂ, ഈ ധാർഷ്ട്യം എവിടെ കൊണ്ടെത്തിയിരിക്കുന്നു. കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇന്ന് പറയുന്നത് എന്താ? ഈ അഹങ്കാരത്തിന്റെ രാഷ്ട്രീയം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പ് 2 അഹങ്കാരങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. ഞാനാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആൾ, ഞാൻ ദൈവമാണെന്ന് വിചാരിച്ചിരുന്ന നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയ തെരഞ്ഞെടുപ്പാണ്. പിണറായി ദൈവമാണെന്ന് വിചാരിച്ച് ഫ്ലെക്സ് വെച്ച പിണറായിയും താഴെ ഇറക്കിയ തെരഞ്ഞെടുപ്പാണ്. ഈ 2 ദൈവങ്ങളെയും താഴെ ഇറക്കിയ തെരഞ്ഞെടുപ്പാണെന്ന് ഇനിയെങ്കിലും CPM മനസ്സിലാക്കണം. ഇനി മാറി നിങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് നിങ്ങൾ തിരിച്ചുപോയില്ലെങ്കിൽ, പിണറായിസത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ച് കമ്മ്യൂണിസത്തിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയിട്ട് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല.